ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ കടന്നു കഴിഞ്ഞ് ഇടയ്ക്ക് താനെ വിളിച്ചൊന്ന് ഉറപ്പ് വരുത്തണോടോ. ശ്വാസം ഉണ്ടോന്നു സാറേ, സമയം മോശമായതുകൊണ്ടേ ചെറിയൊരു പേടിയുണ്ടേ. സത്യാമ്മ എന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ വീടും വീട്ടുകാരും ഉള്ളത് കൊണ്ട് മാത്രമാ എനിക്ക് ആ കുടുംബവും കുടുംബത്തിലുള്ളവരും എല്ലാം ഉണ്ടായത്. അവര് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്, നല്ല വസ്ത്രങ്ങൾ ഇട്ടത്, അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും അന്തസ്സായിട്ട് നിന്ന് ചെയ്യാൻ പറ്റിയത്, എന്റെ പെമ്മക്കളുടെ വിവാഹം നടത്തിയത് എല്ലാം ഈ വീടും വീട്ടുകാരും ഉള്ളതുകൊണ്ട് മാത്രമാ. സത്യാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് മാത്രമാ എന്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. ദയവ് ചെയ്ത് പോകാൻ പറയരുത്. രാഘവൻ സാറേ, സാർ എന്നോട് പോകാൻ പറഞ്ഞേക്കല്ലേ. പോകാൻ പറഞ്ഞാൽ ഈ രമണൻ പിള്ള തകർന്നു പോകും. അല്ല, പോകാൻ പറഞ്ഞാൽ തന്നെ ഞാൻ എവിടേക്ക് പോകാനാ? നിങ്ങൾ എവിടെ പോകുന്നു അവിടെ ഞാനും വരും. അല്ലാതെ എനിക്ക് മാത്രം രക്ഷപ്പെടാനുള്ളൊരു വഴി അത് ഒരിക്കലും ഞാൻ തിരഞ്ഞെടുക്കില്ല. ഈ വീട് വച്ച സമയം മുതൽ ഞാനിവിടെ നിൽക്കുന്നതാ. ഇനി എന്നെ ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ സാറ് നേരെ ചെവൊന്ന് നടന്നു തുടങ്ങിക്കോട്ടെ, ആളൊന്ന് ഓടി തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. എടോ പിള്ളേ, മതിയെടോ. താനിവിടെ നിങ്ങനൊക്കെ പറഞ്ഞാലേ എന്റെ ചങ്ക് പൊട്ടി പോടോ. എടോ, താൻ പോവണ്ട. താനെന്നല്ല, ഈ വീട്ടിലെ ആരും ഒരിടത്തേക്കും പോവണ്ട. വാടക വീട്ടിലെങ്കിൽ വാടക വീട്ടില് നമുക്ക് പോവാം. നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു പോവാം. എന്നിട്ട് ഉള്ളത് കൊണ്ട് അതിന് കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും സന്തോഷത്തോടെ കഴിച്ച് കിടക്കാടോ. എന്താടേ, ഇനി നിനക്കൊല്ലം പറയണ്ടോ? ആ കള്ളക്കളവന്റെ കൂടെ കഴിഞ്ഞു. അയാൾ എന്നെ വിട്ടുപോത്തില്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം ഈ വീടും വീട്ടുകാരെയൊക്കെ വിട്ട് ഇയാൾക്കൊരു ലോകമില്ല. ഭാര്യയും മക്കളെയും കാണാൻ പോയാൽ പോലും കൂടിയ 2 ദിവസമാ. മൂന്നാം ദിവസം കാലത്ത് ഇവിടുത്തെ മുറ്റത്തുണ്ടാവും. അയാളാ. അങ്ങനെയുള്ള ഇയാളൊക്കെ എവിടെ പോവാനാ? സാറേ, ഞാനെന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നും പ്രതീക്ഷിച്ചല്ല. പിള്ളച്ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ നിങ്ങളെയൊക്കെ ഇട്ടിട്ട് പോവാൻ പറ്റുമോ? പാമേ, കേട്ടില്ലേ? ഇവരാരും ഈ സങ്കടക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നില്ലെന്നാ പറയുന്നേ. അപ്പൊ പിന്നെ കണ്ണീരും കയ്യുമായിട്ട് നമുക്ക് ഈ യാത്ര അങ്ങ് തുടരാം. അടുത്തന്നെ നടക്കാൻ പോകുന്ന വലിയൊരു പടിയിറക്കൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നഷ്ടപ്പെടട്ടോ എല്ലാം.
ഇതുപോലെ ചങ്ക് പറിച്ച് കൂടെ നിൽക്കാൻ വരെ പോലുള്ളവർ തയ്യാറായി നിൽക്കുമ്പോ നമ്മൾ എന്തിനാ ഭാമേ ഭയക്കുന്നേ? വരുന്നതൊക്കെ വരുന്നത് പോലെ വരട്ടെ. നമുക്കതെല്ലാം സ്നേഹം കൊണ്ട് നേരിടാടോ. ഇനി ഇവിടെ എന്നാ ഞാൻ വീണ്ടും കരഞ്ഞു പോവും. ഞാനൊന്ന് കിടക്കട്ടെ. പിള്ളേ ഒന്ന് പിടിക്കടോ. സറവാടി വടിയൊന്നും വേണ്ടടോ. താഴെല്ലോടോ എന്റെ കൈ. വാ. ഞാൻ കടന്നു കഴിഞ്ഞ് ഇടയ്ക്ക് താനെന്നെ വിളിച്ചൊന്ന് ഉറപ്പ് വരുത്തണോടോ. ശ്വാസം ഉണ്ടോന്നു. സാറേ, സമയം മോശമായതുകൊണ്ടേ ചെറിയൊരു പേടിയുണ്ടേ. വാ, വാ. എടോ പിള്ളേ, എന്നെ ഇങ്ങനെ താങ്ങി നിർത്താൻ താനല്ലാതെ പിന്നെ ആരാടോ ഉള്ളേ? മാഡം, ഇന്നത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ചർച്ച നടക്കുമെന്ന് തോന്നുന്നില്ല. മന്ത്രി MLA സ്ഥലത്ത് എത്തിച്ചേരാൻ സാധ്യതയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അവര് വരാതെ എങ്ങനെയാ മാഡം പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നത്? അവർക്ക് മറ്റെന്തൊക്കെയോ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ അവരതിൽ പങ്കെടുക്കില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നമ്മുടെ രാജ്യത്ത് നിന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ ഏത് രാഷ്ട്രീയ നേതാവിനാ താല്പര്യമുള്ളത്? അവർക്ക് പിന്നിൽ നിന്ന് കരഘോഷത്തോടെ മുദ്രാവാക്യം വിളിക്കാൻ ആള് വേണം. അതും ചോദ്യം ചെയ്യാൻ ആവതില്ലാത്ത ദരിദ്രരായ ആളുകൾ. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്താ അതിനാളെ കിട്ടുമോ? ഇല്ല. അപ്പൊ പിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങുന്നുണ്ടോ? നേരത്തെ ഇറങ്ങണമായിരുന്നു. എനിക്ക് ഒരു വീട് നോക്കണം. വാടകയ്ക്കോ വിലയ്ക്കോ? വാടകയ്ക്ക് മതി. വലിയ വാടകയുള്ള വീടൊന്നും വേണ്ട. ഒരു മീഡിയം വാടക, അതിലുള്ള സൗകര്യങ്ങൾ മതി. ആർക്കാ മാഡം? എനിക്ക് മാറാനാ. നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ടാവണം. മഴ വന്നാ വെള്ളം നിൽക്കരുത്. പിന്നെ കുടിവെള്ളവും മുറ്റത്ത് നല്ലൊരു കിണറും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുറച്ചുകൂടി ഓക്കെ. ഇതൊക്കെ ഡിമാൻഡ്സ്. അനുവിന്റെ പരിചയത്തിൽ എങ്ങാനും ഉണ്ടോ? നോക്കാം മാഡം. നമ്മുടെ ആ ബീന റോയുടെ വീടിനടുത്ത് ഒരു വീടുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത്യാവശ്യം സൗകര്യമുള്ള വീടെന്നാ കേട്ടത്. ചോദിച്ചിട്ട് നമുക്ക് പോയി നോക്കിയേക്കാം. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് നാളെയോ മറ്റന്നാളോ പോയി കാണാം. ചോദിക്കാൻ വിട്ടുപോയി. വിഷ്ണു സാറിന്റെ വീടിന്റെ കാര്യം